ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ ലാസ്റ്റ് പോർഷൻസ് ആണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്, അതുപോലെ മാക്സ്വെൽസ് ബ്രിഡ്ജ്, ഷെറിൻ ബ്രിഡ്ജ്. ഈ മൂന്ന് ബ്രിഡ്ജസ് ആണുള്ളത്. റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്സ്, ഇൻഡക്റ്റൻസ്, അതുപോലെ കപ്പാസിറ്റൻസ് മെഷർമെൻറ്റ്സ്. അപ്പോൾ നിങ്ങളുടെ KTU നോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇക്വേഷൻസൊക്കെ ആയതുകൊണ്ട് നമുക്ക് PPT ആക്കാനുള്ളൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ടും സിമ്പിളായതുകൊണ്ടും നമുക്ക് ഈ KTU നോട്ട്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്താണ്? വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രിഡ്ജാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. അപ്പോൾ നോക്കുക, PQRS, അതായത് 4 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൽ ABCD 4 ജംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ എക്കും സിക്കും അക്രോസ് ആയിട്ട് നമ്മൾ എന്നുള്ളൊരു ബാറ്ററി അപ്ലൈ ചെയ്യും, അതായത് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. എന്നിട്ട് ബിക്കും ഡിക്കും അക്രോസ് ആയിട്ട് നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിച്ചാണ് എന്താണ്, വെൻ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്, ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. അപ്പോൾ അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, അതായത് ബിന്ന് ഡിയിലേക്കൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അതാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നോക്കുക, യൂസ് ടു മെഷർ മീഡിയം റെസിസ്റ്റൻസ് വാല്യൂ 1 ohm to 0.1 മെഗാ ഓം. അപ്പോൾ 1 ohm 0.1 മെഗാ ഓം എന്നുള്ള റേഞ്ചിലേക്കുള്ള റെസിസ്റ്റൻസ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അറ്റ് ബാലൻസ് കണ്ടീഷൻ, അപ്പം ഞാൻ പറയാം, വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജും ഷെറിൻ ബ്രിഡ്ജ് ആയാലും മാക്സ്വെൽസ് ബ്രിഡ്ജ് ആയാലും എല്ലാ കേസിലും സെയിം ഇക്വേഷൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും വരുമ്പം ആ ഇക്വേഷൻസിൽ ആ വാല്യൂസ് റെസിസ്റ്റൻസിന് പകരം കപ്പാസിറ്ററിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും എക്സ്പ്രഷൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് നിങ്ങൾക്ക് അതിൻ്റെ തിയറി കൺസെപ്റ്റ് അറിയാമെങ്കിൽ ബാക്കിയുള്ള 2 ബ്രിഡ്ജ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അറ്റ് ബാലൻസ് VAB = VAD, അതായത് VAB, അതായത് ഇവിടെയുള്ള വോൾട്ടേജ് VAB = VAD, ഇവിടെയുള്ള വോൾട്ടേജ്. കാരണം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഗാൽവനോമീറ്റർ വഴി കറണ്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. VAB മീൻസ് ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന വോൾട്ടേജ്, VAD എന്ന് പറയുമ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ആയി ഇവിടെയുള്ള വോൾട്ടേജ്. അപ്പോൾ ഇവിടെയും ഒരേ വോൾട്ടേജ് ആണെങ്കിൽ ഇതുവഴി കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഒരിക്കലും കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, ദെർഫോർ അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻസ് VAB = VAD, അല്ലെങ്കിൽ VBC, ഇവിടെയും പറയാം VBC = VDC, എങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, 2 സൈഡിലുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നോക്കാം, ദെർഫോർ I1P, അതായത് VAB എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇവിടെയാണ് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള കറണ്ടാണ് I1, ഇതുവഴിയുള്ള കറണ്ടാണ് I2. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കറണ്ടാണ് I3, ഇങ്ങോട്ട് വരുന്ന കറണ്ടാണ് I4 അല്ലേ. അപ്പോൾ I1, I2, I3 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ ആ ഡയറക്ഷൻ അങ്ങനെ എടുക്കാനുള്ള കാരണം ഇവിടെ പ്ലസ് ഇവിടെ മൈനസുമാണ്. അപ്പം ഈ പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു പാത്തിലും ഫ്ലോ ചെയ്യും, അതുപോലെ ഈ ഒരു പാത്തിലും ഫ്ലോ ചെയ്യും. ഇങ്ങനെ 2 പാത്തിലും കറണ്ട് ഫ്ലോ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ഡയറക്ഷൻ നമ്മൾ എടുത്തത്. ഓക്കെ, ദെർഫോർ I1P, VAB എന്ന് പറയുമ്പം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ദാറ്റ് ഈസ് ഇതുവഴിയുള്ള കറണ്ട് വോൾട്ടേജ് എന്താണ്? I × R ആണ്. അപ്പം ഇതുവഴിയുള്ള കറണ്ട് I1 ആണ്. അത് ഇൻറ്റു അവിടെയുള്ള റെസിസ്റ്റൻസ് എത്രയാണോ റെസിസ്റ്റൻസ്, ഇവിടെ P ആണ് റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് I1P = ഇവിടെ I2, ഇതുവഴിയുള്ള കറണ്ട് I2 ആണ്, അവിടെയുള്ള റെസിസ്റ്റൻസ് R ആണ്. ദെർഫോർ I1P = I2 × R അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ VBC = VDCക്ക് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? I3 × Q = VDC, എന്താണ്? I4 × S എന്ന് എഴുതിക്കൂടെ? ഓക്കെ, എന്തായിക്കോട്ടെ. അപ്പോൾ നമ്മൾ I1P = I2 R എന്ന് എഴുതി. ക്ലിയർ അല്ലേ?
എന്ന് നോക്കുക. ഇഫ് ഐ ജി ഈസ് ഈക്വൽ ടു 0, അതായത് ഐ ജി എന്ന് പറയുമ്പം ഈ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട്, ഇപ്പോൾ ബാലൻസ് ഇവിടെയുള്ള വോൾട്ടേജും സെയിം ആണെങ്കിൽ അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പം ഐ ജി ഗാൽവനോമീറ്റർ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതുവഴി കറണ്ട് ഇല്ലെങ്കിൽ എന്തായിരിക്കും? I1 ഈസ് ഈക്വൽ ടു I3 ആയിരിക്കും അല്ലേ. അല്ലോടോ, അതായത് ഗാൽവനോമീറ്റർ വഴി കറണ്ട് ഇല്ല. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആയിട്ട് ഇടാം, അതായത് ഇങ്ങോട്ടൊരു കറണ്ട് ഇല്ല. അപ്പോൾ ഇതുവഴി പോകുന്ന I3 I1 ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ I3 ഇങ്ങോട്ട് തന്നെ ഫ്ലോ ചെയ്യും. അത് ഇവിടെ ഇങ്ങനെ മാത്രമേ ഫ്ലോ ചെയ്യാൻ പറ്റൂ, കാരണം ഇവിടെ കറണ്ട് 0 ആണ്. Therefore I1 ഈസ് ഈക്വൽ ടു I3 അല്ലേ. I1 ഈസ് ഈക്വൽ ടു I3 ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഈ ഒരു കറണ്ട് എന്തായിരിക്കും? I1 ഈസ് ഈക്വൽ ടു I3 ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള വോൾട്ടേജ്, അതാണ് E, അത് ഡിവൈഡ് ബൈ ഈ ഒരു പാത്തിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് P പ്ലസ് Q. Therefore I1 ഈസ് ഈക്വൽ ടു I3 ഈസ് ഈക്വൽ ടു E ബൈ P പ്ലസ് Q എന്ന് എഴുതി. അതുപോലെ നമുക്കെന്ത് എഴുതാം? രണ്ടാമത്തെ പാത്ത് നമ്മൾ പറഞ്ഞു ബാറ്ററിയിൽ നിന്ന് ഇങ്ങനെ ഇതുവഴി ഫ്ലോ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഗാൽവനോമീറ്റർ കറണ്ട് ഇങ്ങോട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് I2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? I4 ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു I2 ഈസ് ഈക്വൽ ടു I4 ഈസ് ഈക്വൽ ടു ഈ വോൾട്ടേജ് E ബൈ ഇവിടെയുള്ള റെസിസ്റ്റൻസ് R പ്ലസ് എസ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതുന്നതാണ് ഈ E ബൈ P പ്ലസ് Q, അതുപോലെ E ബൈ R പ്ലസ് എസ്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? നമ്മൾ I1ന് പകരം E ബൈ P പ്ലസ് Q എന്ന് എഴുതി, E ബൈ P പ്ലസ് Q എന്ന് എഴുതി. അത് ഇൻറ്റു P വിച്ച് ഈസ് ഈക്വൽ ടു I2ന് പകരം നമ്മൾ എന്ത് എഴുതി? E ബൈ R പ്ലസ് എസ് എന്ന് എഴുതി, അത് ഇൻറ്റു R. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പം PR പ്ലസ് PS ഈസ് ഈക്വൽ ടു PR പ്ലസ് QR എന്ന് കിട്ടും അല്ലേ. അത് രണ്ടിലും ഇയും ക്യാൻസലായിട്ട് പോയി, ഇയും ക്യാൻസലായി പോയി. അപ്പം P ബൈ P പ്ലസ് Q ഈസ് ഈക്വൽ ടു R ബൈ R പ്ലസ് എസ് എന്ന് കിട്ടും. ഇനി ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ P ഇൻറ്റു R പ്ലസ് എസ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു P പ്ലസ് Q, ഇതിങ്ങോട്ട് വരും. അപ്പം P ഇൻറ്റു R P ഇൻറ്റു എസ്, അതാണ് P ഇൻറ്റു R P ഇൻറ്റു എസ്. ഇത് എന്താണ്? P ഇൻറ്റു R R ഇൻറ്റു Q അല്ലേ. P ഇൻറ്റു R Q ഇൻറ്റു R ഇന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ PR രണ്ട് ടേമിലും ഉണ്ട്. അപ്പോൾ PR ഈ PR ക്യാൻസലായിട്ട് പോയി. അപ്പോൾ എന്ത് കിട്ടി? PS ഈക്വൽ ടു QR എന്ന് കിട്ടി. അപ്പം P ബൈ Q, ശ്രദ്ധിക്കുക, P ബൈ Q ഈസ് ഈക്വൽ ടു R ബൈ എസ് എന്ന് കിട്ടി. അതായത് P ബൈ Q ഇത് ബൈ P ഡിവൈഡ് ബൈ Q ഈസ് ഈക്വൽ ടു R ഡിവൈഡ് ബൈ എസ് എന്ന് കിട്ടി. അപ്പോൾ ഈ റെസിസ്റ്റൻസ് R ആണ് നമ്മളെ മെഷർ ചെയ്യേണ്ട റെസിസ്റ്റൻസ്. Pയും Qവും എസും നമുക്ക് അറിയാവുന്ന റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയെങ്കിൽ R എന്നുള്ള റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? R എന്നുള്ള റെസിസ്റ്റൻസ് therefore R ഈസ് ഈക്വൽ ടു P ഇൻറ്റു എസ് ബൈ Q. അപ്പം Pയും എസും Qയും നമ്മൾ അറിയുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ അൺനോൺ റെസിസ്റ്റൻസ് R കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിലെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഇനി ഇതിപ്പം ഡി സി സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻ കേസ് ഓഫ് AC ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? AC ആണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു AC ബ്രിഡ്ജ് ആണെങ്കിൽ എന്തും നമ്മൾ എന്നുള്ള വോൾട്ടേജ് സോഴ്സിന് പകരം EM സൈൻ ഒമേഗ ടി, ഒരു സിനുസോയിഡൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫേസ് ആംഗിളുള്ള ഒരു സോഴ്സ് ആയിരിക്കും. അതുപോലെ റെസിസ്റ്റൻസ് R1 R2 R3ക്ക് പകരം PQRന് പകരം Z1 എടുത്ത്, Z1 Z2 Z3 Z4 എന്നെടുത്ത്. ഓക്കെ, ബാക്കി കറണ്ട് സെയിം തന്നെ, I1 I3, ഗാൽവനോമീറ്റർ സെയിം തന്നെ, I2 Z2 സെയിം. നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ I1 Z1 ഈസ് ഈക്വൽ ടു I2 Z2, I1 Z1 ഈസ് ഈക്വൽ ടു I2 Z2 വെൻ ബാലൻസ്ഡ് കണ്ടീഷൻ. എന്നിട്ട് അതിലെന്ത് ചെയ്തു? I1 ഈസ് ഈക്വൽ ടു I3 ഈസ് ഈക്വൽ ടു E ബൈ
ആർ നമ്മൾ പി ബൈ ക്യൂ എന്ന് എടുത്തതിന് പകരം ഏതാണ് ഇ ബൈ Z3 പ്ലസ് Z1 ഓക്കെ, അതായത് ഈ ഒരു പാത്തിലുള്ള റെസിസ്റ്റൻസ് Z3 പ്ലസ് Z1. ഇനി അടുത്ത് ഈ ഒരു പാത്തിൽ ഇ ബൈ Z2 പ്ലസ് Z4. നമ്മൾ പറഞ്ഞു I1 Z1 ഇസിക്കൽ ടു I2 Z2 എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? Z1, ശ്രദ്ധിക്കുക, Z1 Z4 ഈസ് ഈക്വൽ ടു Z2 Z3 അല്ലേ? ഇത് ഈക്വൽ ടു ഇങ്ങോട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? അങ്ങനല്ലേ നമുക്ക് കിട്ടിയത്? പി ഇൻറ്റു എസ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പി ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ക്യൂ. ഓക്കെ, അപ്പം രണ്ട് ഇമ്പിഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഇമ്പിഡൻസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ Z1 ഇൻറ്റു Z4 ഇസ് ഈക്വൽ ടു Z2 ഇൻറ്റു Z3 അല്ലേ? ഇതാണ് നമുക്ക് ബാക്കിയുള്ള ബ്രിഡ്ജസിൻ്റെയും ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്നത്. അപ്പോൾ എ സി ആയതുകൊണ്ട് Z1 ആംഗിൾ θ1, അതുപോലെ ഒരു ഫേസ് ആംഗിൾ ഉണ്ടാവുമല്ലോ, അത് ഇൻഡക്റ്റൻസോ കപ്പാസിറ്റൻസോ ഒക്കെ ആണെങ്കിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് Z1 ആംഗിൾ θ1 ഇൻറ്റു Z4 ഇൻറ്റു ആംഗിൾ θ4 ഇസ് ഈക്വൽ ടു Z2 ആംഗിൾ θ2 Z3 ആംഗിൾ θ3. ഇനി Z1 Z2 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി θ1 θ4 രണ്ട് ആംഗിൾസ് ഉണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആംഗിൾസ് ആഡ് ആവും. therefore θ1 പ്ലസ് θ4 എന്നായി. അതുപോലെ Z2 Z3 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി θ2 θ3 ഉണ്ട്, അത് രണ്ടും ആഡായി ആംഗിൾ θ2 പ്ലസ് θ3 എന്ന് എഴുതി. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡ് Z1 Z4 ഈസ് ഈക്വൽ ടു Z2 Z3. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ഷൻ പഠിക്കുക. ഈ ഒരു പാറ്റേണിലായിരിക്കും എപ്പോഴും ഇക്വേഷൻ വരിക. അതുപോലെ മാഗ്നിറ്റ്യൂഡ് θ1 പ്ലസ് θ4 ഈസ് ഈക്വൽ ടു θ2 പ്ലസ് θ3 ആയിരിക്കും മാഗ്നിറ്റ്യൂഡുള്ള ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് യൂസിങ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. ഓക്കെ, ഇതാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. ഇതിൽ കുറച്ച് മെഷർമെൻറ്റ് എറേഴ്സ് പറയാനുണ്ട്. അതായത് മെഷർമെൻറ്റ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ വേരിയസ് എറേഴ്സ് ഉണ്ടാവും നമ്മളെപ്പോഴും ഏതൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോഴും. അപ്പോൾ എന്തൊക്കെയാണത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ലിമിറ്റിംഗ് എറേഴ്സ് ഓഫ് 3 നോൺ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ദ മെയിൻ മെഷർമെൻറ്റ് എറർ. അതായത് ലിമിറ്റിംഗ് എറേഴ്സ് ഓഫ് 3 നോൺ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള ഈ PQR എന്നുള്ള എന്താണ് PQS എന്നുള്ള 3 റെസിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മളിപ്പം 5 ohm ആണ് ആ റെസിസ്റ്റൻസ് എങ്കിൽ ആക്ച്വലി അതൊരു 4.9 ohm ആണെങ്കിൽ എന്ത് ചെയ്തു? അതിൽ ചെറിയൊരു എറർ വന്നു അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇൻസഫിഷ്യൻറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദി നൾ ഡിറ്റക്ടർ. അതൊരു എറേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ എന്താണ് ചേഞ്ചസ് ഇൻ റെസിസ്റ്റൻസ് ഓഫ് ബ്രിഡ്ജ് ആം ഡ്യൂ ടു ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ദി കറണ്ട് ത്രൂ ദി റെസിസ്റ്റൻസ്. നമ്മളിത് ഒരു DC സപ്ലൈ ഒക്കെ കൊടുത്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പം ഈ റെസിസ്റ്റൻസ് ആമിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അത് ഹീറ്റായിട്ട് റെസിസ്റ്റൻസിൽ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എറേഴ്സ് വരാൻ ഉള്ളത്. ഓക്കെ, ഇനി എന്താണ് ലിമിറ്റേഷൻസ്? എന്താണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ലിമിറ്റേഷൻസ്? ഇൻ കേസ് ഓഫ് മെഷർമെൻറ്റ്സ് ഓഫ് ലോ റെസിസ്റ്റൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ലീഡ്സ് ആൻഡ് കോണ്ടാക്ട്സ് ബിക്കം സിഗ്നിഫിക്കൻറ്റ് റിസൾട്ടിങ് ഇൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻ എറർ. ഓക്കെ, ദിസ് എറർ ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ യൂസിങ് കാൽവിൻസ് ഡബിൾസ് ബ്രിഡ്ജ്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ വൈൽ മെഷറിംഗ് ഹൈ റെസിസ്റ്റൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ബ്രിഡ്ജ് ബിക്കംസ് സോ ലാർജ് that the galvanometers become insensitive to imbalance. Consequently, a power supply has to replace the battery and a DC VTVM replaces the galvanometer. The Wheatstone's bridge cannot be used for measuring high resistance in mega ohms. അതായത് ലിമിറ്റേഷൻസിന് സിമ്പിളായിട്ട് എഴുതിയത് എന്താണ് മെഗാ ഓംസ് റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക്
ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ ഈ ലിമിറ്റേഷൻസും അതുപോലെ മെഷർമെൻറ്റ്സ് എറേഴ്സും കൂടി ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എഴുതാം. ഓക്കെ താങ്ക് യു. അപ്പോൾ അടുത്തത് നമുക്ക് ഇൻഡക്റ്റൻസ് മെഷർമെൻറ്റ്സ് യൂസിങ് മാക്സ്വെൽസ് ബ്രിഡ്ജ് എക്സ്പ്ലെയിൻ ചെയ്യാം.